ഉണ്ടല്ലോ ഇന്നൊരു വറുത്തരച്ച കോഴിക്കറിയാണ്. ഇച്ചിരി സ്പെഷ്യലാക്കാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ടെന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വറുത്തരച്ച ചിക്കൻ കറി തന്നെ കേട്ടോ. വായോ. അപ്പോൾ ആദ്യം വറുത്ത് കൂട്ടാനായിട്ട് തേങ്ങ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം ബാക്കി ഐറ്റംസ്. വറ്റൽമുളക്, മല്ലി, കുരുമുളക്, പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ആ ഐറ്റംസ് എല്ലാം വേണം. പിന്നെ ഒരു നുള്ളു ഉലുവയും. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇരുമ്പ് ചട്ടിയാണ്ട് ഈ ചൂട് തന്നെ മതി. ഇതൊന്ന് തിരുന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ഒട്ടും വെള്ളമില്ലാണ്ട് നല്ലതുപോലെ ഇത് കൂട്ട് അരച്ചെടുക്കാം. ആ എണ്ണ തേങ്ങയിൽ നിന്ന് വരുന്ന കേട്ടോ. ഇനി കുക്ക് ചെയ്യാൻ കുറച്ച് അകലമായ പാൻ എടുത്തോ. അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കനം കുറഞ്ഞ് നീളത്തിനരിഞ്ഞ ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചതച്ച് കൂട്ടിയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് കല്ലുപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴി കഷ്ണങ്ങൾ ചേർക്കാം. ഇതൊരു മുഴുവൻ കോഴി ഒരു 20 കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിരിക്കുന്നതാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആ ഉപ്പും മഞ്ഞളും ഒക്കെ എല്ലായിടത്തും പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അടച്ചു വെച്ചൊരു 6-7 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നല്ലപോലെ ഈർപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. ഈ സ്റ്റേജിൽ നമ്മൾ നേരത്തെ അരച്ച് കൂട്ടി വെച്ചിരിക്കുന്ന അരപ്പും ആ അരകല്ല് കഴുകിയെടുത്ത് വെള്ളം ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ടാവും അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു 6-7 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റാവും. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരിവാകുമ്പോഴത്തേക്ക് ഒരു 1.5 തക്കാളി, നല്ല വലിയ തക്കാളി കേട്ടോ, അത് നുറുക്കിയതും കറിവേപ്പിലയും കുറച്ച് അധികം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി, സെറ്റ്. ഇത് നല്ല കുറുകിയ ചാറോടുകൂടി ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നിറയെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്. ഇതല്ല ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കോമ്പിനേഷൻ ട്രൈ നോക്കുക.